ഹലോ കൂട്ടുകാരെ, മഴത്തോരും മുമ്പേടെ നാളത്തെ കഥയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ബബിത കോളേജിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. വളരെ സന്തോഷത്തോടെയാണ് കേട്ടോ ബബിത തിരിച്ചു വരുന്നത്. ബബിതയെ കണ്ടതും കോളേജിലെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് കൃഷ്ണമോള്. അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ കൃഷ്ണമോളോട് പറയുന്നുണ്ട് കേട്ടോ ബബിത. മാത്രമല്ല, അലീന തനിക്ക് വേണ്ടി സംസാരിച്ചതിൽ വളരെയധികം സന്തോഷവും പ്രകടിപ്പിക്കുന്നുണ്ട് ബബിത. അത് കണ്ടപ്പോൾ കൃഷ്ണമോൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അന്നേരം വൈജയന്തി അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ബബിതയെ കണ്ടതും നീ എന്തിനാ ആ അലീനയും കൂട്ടിക്കൊണ്ട് കോളേജിലോട്ട് പോയതെന്ന് ചോദിക്കുന്നുണ്ട് വൈജയന്തി. കോളേജിന്റെ പടി കയറാത്ത അവളൊക്കെ കോളേജിലോട്ട് ചെന്നിട്ട് എന്നാ ചെയ്യാനാ എന്ന മട്ടിലാണ് കേട്ടോ വൈജയന്തി ചോദിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ബബിതയ്ക്ക് നല്ല ദേഷ്യം വന്നു. അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ബബിത വൈജയന്തിയോട് പറയുന്നുണ്ട് കേട്ടോ. അലീനയെക്കുറിച്ച് നല്ല മതിപ്പോടെയായിരുന്നു ബബിതയുടെ സംസാരം. അത് വൈജയന്തിക്ക് ഒട്ടും പിടിച്ചില്ല. തൻ്റെ മക്കളൊക്കെ തന്നിൽ നിന്നകന്ന് അലീനോട് ചേരുകയാണല്ലോ എന്ന ചിന്തയാണ് കേട്ടോ വൈജയന്തിക്ക്. അത് വൈജയന്തിയെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. ദേഷ്യം സഹിക്ക വയ്യാതെ മുറിയിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നുണ്ട് വൈജയന്തി. ഇത് കണ്ട് ബബിതയും കൃഷ്ണമോളും ആകെ ഞെട്ടി നിൽക്കാണ് കേട്ടോ. ആരെയൊക്കെ മയക്കിയെടുത്താലും ഈ വൈജയന്തി അലീനയ്ക്ക് മുന്നിൽ തോൽക്കില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ വൈജയന്തി. അങ്ങനെ കൃഷ്ണമോളും ബബിതയും വൈജയന്തിയുടെ അടുത്തുനിന്ന് പോരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. ബബിതയെ കണ്ടതും ബാലേന്ദ്രൻ കോളേജിലെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. ഉണ്ടായ സംഭവങ്ങളെല്ലാം ബബിത അച്ഛനോട് പറയുന്നുണ്ട്. ബബിതയുടെ ഈ മാറ്റം കണ്ട് ബാലേന്ദ്രന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇപ്പം ഞാൻ നല്ല കുട്ടിയായോ അച്ഛാ ചോദിക്കുന്നുണ്ട് ബബിത. നീ ഒരുപാട് നന്നായി എന്ന് പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. ഇനി അമ്മയ്ക്ക് എന്താ മാറ്റം ഉണ്ടാവാന്ന് ചോദിക്കുന്നുണ്ട് ബബിത. ദൈവം തമ്പുരാൻ അറിയാവുന്ന മട്ടിൽ കൈ ഉയർത്തി കാണിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അതേസമയം കൊല്ലപ്പള്ളിയിലാണെങ്കിൽ മനു തിരിച്ചെത്തുന്നുണ്ട് കേട്ടോ. മനുവിനെ കണ്ടതും കമലയും ശിവശങ്കരനും ഓടി വരുന്നുണ്ട്. ഹരിയുടെ കാര്യം അലീനോട് അവതരിപ്പിച്ചു എന്നറിയാനാണ് കേട്ടോ അവരുടെ വരവ്. അപ്പം കമല ചോദിക്കുന്നുണ്ട്, എന്തായി നീ അവളോട് കാര്യം പറഞ്ഞോ? അപ്പം മനു പറയുന്നുണ്ട്, ഞാൻ എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇനി അവൾ തീരുമാനിക്കട്ടെ എന്താ വേണ്ടേന്ന്. അപ്പം കമല പറയുന്നുണ്ട്, അപ്പം നമ്മുടെ ഹരിമോൻ്റെ കാര്യത്തിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടല്ലേ? ഇത് കേട്ടതും മനു പറയുന്നുണ്ട്, ഹരിയുടെ കാര്യത്തിൽ അമ്മയ്ക്ക് ഒരു പ്രതീക്ഷയും വേണ്ട. അലീന ഒരിക്കലും ഹരിക്ക് വേണ്ടി ശരണ്യോട് റെക്കമെൻഡ് ചെയ്യില്ല. അപ്പം കമല ചോദിക്കുന്നുണ്ട്, അപ്പം പിന്നെ നീ എന്താ പറഞ്ഞേ അവൾ തീരുമാനിക്കട്ടെ എന്ന്? ഓ അതോ, അത് വേറെ കാര്യമാണ്. അപ്പം ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട്, അതെന്ത് കാര്യം മനു? അത് കേട്ടതും മനു പറയുന്നുണ്ട്, അച്ഛനമ്മയ്ക്കും അതറിഞ്ഞേ തീരുമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. എനിക്ക് അലീനെ ഇഷ്ടമാണെന്നും അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും അവളെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടതും കമലയും ശിവശങ്കരനും ഞെട്ടുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഏതോ അനാഥാലയത്തിൽ വളർന്ന് വീട്ടുജോലിക്ക് നിൽക്കുന്ന ഒരു വേലക്കാരി പെണ്ണിനെ എൻ്റെ മരുമകളാക്കാനോ? ഈ കമല ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കത്തില്ല മനു. ശിവശങ്കരനാണെങ്കിൽ ഇതൊക്കെ കേട്ടു ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം മനു പറയുന്നുണ്ട്, ആരൊക്കെ എതിർപ്പും കൊണ്ട് വന്നാലും ഞാനൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അലീനെ മാത്രമായിരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെ പറഞ്ഞ് മനു മുകളിലോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. കമലും ശിവശങ്കരനും ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ നാളെ സംഭവിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്